നിങ്ങൾ എത്ര നന്ദിയില്ലാത്തൊരു മലയാളി ആയിരിക്കണം എന്ന് ആലോചിച്ചൊക്കെ. നോർത്ത് ഇന്ത്യകളിൽ സ്കൂളുകളിൽ കൊടുക്കുന്ന ഉച്ചഭക്ഷണത്തിന്റെ വീഡിയോസ് ആണ് നിങ്ങളിപ്പോൾ കാണുന്നത്. നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ ഉച്ചഭക്ഷണം മാറ്റിവെയ്. ജയിലുകളിൽ കൊടുക്കുന്ന ഭക്ഷണം തന്നെ എന്ത് നല്ലതാണ്. ക്രിമിനൽസ് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങി വരുമ്പോൾ കൂടുതൽ തടിച്ചു കൊഴുത്താണ് ഇരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ വർഷം അംഗനവാടി പഠിക്കുന്ന ഒരു കുട്ടിക്ക് ബിരിയാണി വേണമെന്നൊരു റിക്വസ്റ്റ് ഇടുകയും എല്ലാ ചൊവ്വാഴ്ചകളും മുട്ട ബിരിയാണി കൊടുക്കാനായിട്ട് നമ്മൾ ആരംഭിക്കുകയും ചെയ്തു. നോർത്ത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും കൊടുത്തിരുന്ന മുട്ടകൾ പോലും നിർത്തിവെച്ചു. കാരണം റിലീജിയസ് സെന്റിമെന്റ്സ് ഹേർട്ട് ആവാതിരിക്കാനായിട്ട്. ഇന്ത്യയിൽ 73% ആൾക്കാർ പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉള്ളവരാണ്. ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് ജിമ്മിൽ പോകുന്നവർക്ക് മാത്രം തിന്നാനുള്ള സാധനമല്ല. കുഞ്ഞു പിള്ളേർ തൊട്ട് പ്രായമായിട്ടുള്ള അപ്പൂപ്പന്മാരും അമ്മമ്മമാരും വരെ കഴിക്കേണ്ട ഒരു സാധനമാണ് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത്. നമ്മളുടെ നാട് തീർച്ചയായിട്ടും ഒത്തിരി പോരായ്മകളുണ്ട്. നമ്മളെ ഭരിച്ച മന്ത്രിമാരിൽ ഒത്തിരി പോരായ്മകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം ഓർക്കണം, ഞാനും എൻ്റെ കുടുംബം മാത്രം ഗതി പിടിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഭരിച്ചിരുന്ന മന്ത്രിമാർ മാത്രമേ നമുക്കുണ്ടായിരുന്നെങ്കിൽ കേരളയും നോർത്ത് ഇന്ത്യയും തമ്മിൽ ഇപ്പോൾ ഒരു വ്യത്യാസം കാണത്തില്ലായിരുന്നു. കേരളയിലെ സ്കൂൾ ഇൻഫ്രാസ്ട്രക്ചർ എത്രയും മുന്നോട്ട് എത്തി. ഇവിടെ പിള്ളേർ ഉച്ചയ്ക്ക് നല്ല ഭക്ഷണം കഴിച്ച് നല്ല എഡ്യൂക്കേഷൻ നേടി പഠിച്ചിറങ്ങിക്കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലേക്ക് പോയി അവർ നോർമൽ കൂലിപ്പണി അല്ല ചെയ്യുന്നത്. അവർ ജർമ്മനി പോകുന്നു, സൗദി പോകുന്നു, മറ്റുള്ള രാജ്യങ്ങളിൽ പോയി വലിയ വലിയ ജോലികളാണ് ചെയ്യുന്നത്.